ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. മോൾഡൊന്നും ഇല്ലാതെ എങ്ങനെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ എന്താണ് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ആവശ്യമായിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. നമ്മുടെ 250 ml മെഷർ കപ്പിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ്. നിങ്ങൾ എന്തിനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാതിൻ്റെയും അളവ്. ഇതിലേക്ക് വാട്ടറാണ്. അത് കഴിഞ്ഞിട്ട് 1/2 കപ്പ് ഓയിൽ, പിന്നെ 1/4 കപ്പ് ഷുഗർ, പിന്നെ ഉപ്പ്, വിനീഗർ എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോർമൽ സാധാ സുർക്ക, വാനില എസൻസ് 1/2 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. മുട്ടയൊന്നുമില്ലാതുകൊണ്ട് 1 ടീസ്പൂൺ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കൊക്കോ പൗഡറാണ്. നല്ല ഡാർക്കാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾ ഡാർക്കൊന്നല്ല ഉണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. മാറിപ്പോകരുത്, ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയല്ല. ഇനി ഗാർണിഷിങ്ങിനായിട്ടുള്ളത് ബദാമാണ്. നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി. ക്യാഷ് വേണമെങ്കിൽ ക്യാഷ് മതി. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബദാമാണ്, അതുകൊണ്ട് ബദാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ബീറ്ററോ വിസ്കോ ഒന്നുമില്ല. ഞാൻ സാധാരണ ജാറാണ്, മിക്സർ ജാർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് പറയുന്നത് ഇതുകൊണ്ടാണ്. ബീറ്ററൊന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് വളരെ ഈസി എന്ന് പറയുന്നത്. ഇനി ഈ ജാറിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട. ഇതിലേക്ക് ഷുഗർ ചേർക്കാം. 1/4 കപ്പ് ഷുഗറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് 1/3 കപ്പ് വരെ ഉപയോഗിക്കാം. നല്ല മധുരം വേണ്ടവർക്ക് 1/3 കപ്പ് വരെ ഉപയോഗിക്കാം. അത് നോർമൽ മധുരമാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഉപയോഗിക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ 1/2 കപ്പ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് അരച്ചെടുക്കുമ്പോൾ അരയൊന്നുമില്ലെങ്കിൽ മാത്രം ബാക്കി 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഫുള്ളായിട്ട് ഇപ്പോൾ തന്നെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 1/2 കപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 1/4 കപ്പ് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഉപയോഗിക്കാത്തത് കാരണം ഞാൻ 1/2 ടീസ്പൂൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ എല്ലാം ഒപ്പമാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ കുറച്ച് ഓരോ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ചെടുത്തിട്ട് നോക്കാം. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്തിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട് വീഡിയോ വന്നോളും. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാം. 2 പിഞ്ച് ഉപ്പ് ഉപയോഗിക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്ന് അരിച്ചെടുക്കാം. ബാക്കിയുള്ള മൈദപ്പൊടി ഇട്ടിട്ട് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ബ്ലെൻഡ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഈ കൺസിസ്റ്റൻസി ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് നന്നായി ലൂസാക്കരുത്, നിങ്ങൾക്ക് അടിച്ച് കിട്ടുന്നില്ലാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം.
ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സാണ്, ഇത് കട്ടിയുള്ള ഗ്ലാസ്സാണ്, അതുകൊണ്ട് പൊട്ടില്ല. നോർമൽ കട്ടില്ലാത്ത ഗ്ലാസ്സാണ് ചിലപ്പോൾ പൊട്ടിയെന്ന് വരാം. നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കട്ടിയുള്ള ഗ്ലാസ് എടുക്കുക. പിന്നെ ഇങ്ങനത്തെ സ്റ്റീൽ ബൗൾസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എങ്ങനത്തെ സ്റ്റീൽ ബൗൾസാണ് അവൈലബിൾ അത് ഉപയോഗിക്കാം. ഇനി നമുക്കിത് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലയെന്ന് ഉണ്ടെങ്കിൽ കൊക്കോ പൗഡർ കൊണ്ടോ മൈദപ്പൊടി കൊണ്ടോ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. കുറച്ച് ടൈമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ എല്ലാം ഞാൻ ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഫുള്ളായിട്ടൊന്നും ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഫുള്ളായി ഒഴിച്ചിട്ട് അത് പൊങ്ങി വരും, അപ്പോൾ അത് കാണാനും ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അരക്കപ്പ്, നമ്മൾ ഏത് ബോളാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതിയിലും കുറവ് ഒഴിച്ചെടുത്താൽ മാത്രം മതി, കൂടുതലാവരുത്. നമുക്ക് എല്ലാം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്ത 4 ബോൾസിനുള്ളതല്ല, ബാക്കിയുള്ള ബോൾസിന് ഒപ്പം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടില്ല. 2-3 ബൗൾസ് അധികം ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബദാം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ബദാമിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കയ്യിൽ നട്ട്സ് ഒന്നും അവൈലബിൾ ഇല്ലയെന്ന് വെച്ച് നോർമൽ ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കായിട്ട് എടുത്താലും മതി, ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഡെക്കറേഷൻ ചെയ്താൽ കുറച്ച് കാണാൻ ഭംഗിയുണ്ടാവും. ഞാൻ ഫോട്ടോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമല്ല. ഇപ്പോൾ ഡെക്കറേഷൻ ഇല്ലാതെ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോഴും കുഴപ്പമൊന്നുമില്ല. കാണാൻ കുറച്ച് ഭംഗി കുറവാണ്, പക്ഷേ ടേസ്റ്റിലൊക്കെ 100% ഉറപ്പാണ് ഞാൻ തരുന്നത്. ടേസ്റ്റിലൊക്കെ വളരെ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി എല്ലാവരും ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യണം എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ടാപ്പ് ചെയ്യണം, നല്ലപോലെ ടാപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഹോൾസായിട്ട് കാണും. ഞാൻ ഇങ്ങനൊരു കടായി എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏതാണെങ്കിൽ ഉപയോഗിക്കാം. അത് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി അതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ ബൗളോ അല്ലെങ്കിൽ റിങ്ങോ എന്ത് വേണമെങ്കിലും വെക്കാം, സ്റ്റാൻഡ്. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ബാറ്റർ ആക്കിയ ഓരോ ബോൾസും എടുക്കുന്നത്. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഇത് മിനിമം 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റ് ആയിട്ട് നിങ്ങളത് ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, മിനിമം 10 മിനിറ്റ് ഒന്നുകൊണ്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു സ്ക്വയർ കൊണ്ട് കുത്തി നോക്കിയാൽ അറിയാം ബേക്ക് ആയിക്കണോ ഇല്ലേന്ന്. നമുക്കൊന്ന് കുത്തി നോക്കാം. നമ്മുടെ ഇത് ബേക്ക് ആയിട്ടുണ്ട്. 20 മിനിറ്റ് കറക്റ്റാണ് നമ്മളെ ബേക്കിംഗ് ടൈം. ഓരോ ഇതിൻ്റെയും വ്യത്യസ്തമാണ്, ഓരോ തീൻ്റെയും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇനി നമുക്കിത് കേക്ക് പാത്രത്തിൽ നിന്നും മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം.
ഇനി അതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ് കേക്ക് വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് ടൈം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് മറ്റുള്ളവരിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റാണ്. താങ്ക് യു.